ദ നെക്സ്റ്റ് സിസ്റ്റം ഈസ് ഇംപ്രസ്ഡ് സിസ്റ്റം. അത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഇംപ്രസ്ഡ് സിസ്റ്റത്തിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മൾ ഓരോ ബിന്നിലും, അതായത് നമ്മൾ പറയുന്ന ഓരോ മെറ്റീരിയലിനും ഓരോ ബിൻ ഉണ്ടായിരിക്കും. ആ ബിന്നിന് മാക്സിമം ലെവൽ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കാം. ഡിറ്റർമിനേഷൻ ഓഫ് മാക്സിമം ലെവൽ ഫോർ ദ ബിൻ ആൻഡ് എ പീരിയോഡിക് ഇൻസ്പെക്ഷൻ ഓഫ് ദ സ്റ്റോക്ക് ലെവൽസ് ഇൻ ദ ബിൻ. പീരിയോഡിക്കലി നമ്മൾ ആ ബിന്നിൽ ചെക്ക് ചെയ്യാം. എന്നിട്ട് അതിൽ കുറവ് വരുന്നുണ്ടെങ്കിൽ ആ ബിൻ എന്ത് ചെയ്യാം, നമ്മൾ റീഫിൽ ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു എ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലിൻ്റെ ബിന്നിൽ നമുക്ക് മാക്സിമം ലെവൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളത് 100 ആണെന്ന് വിചാരിക്കാം. 100 ക്വാണ്ടിറ്റി നമുക്ക് അവിടെ മാക്സിമം ലെവൽ വേണം. സപ്പോസ് നമ്മൾ പീരിയോഡിക്കലി ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത് ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, കൗണ്ട് ചെയ്തപ്പോൾ നമുക്കതിൽ 50 ആണ് അതിലുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ബാക്കി 15 കൂടെ ആഡ് ചെയ്തിട്ട് അത് 100ലേക്ക് എത്തിക്കണം. ഇനി നെക്സ്റ്റ് മന്ത് നമ്മളൊന്നും കൂടെ കൗണ്ട് ചെയ്തപ്പോൾ 70 ആണ് ഉള്ളത് അതിൽ ബാലൻസ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 13 കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ 100ലേക്ക് എത്തിക്കണം. അപ്പോൾ എപ്പോഴും നമ്മളൊരു ഒപ്റ്റിമം ലെവലിൽ അല്ലെങ്കിൽ മാക്സിമം ലെവലിൽ ആ ബിന്നിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേ പോവുക. അങ്ങനെ ഓരോ മെറ്റീരിയൽസും നമ്മൾ അങ്ങനെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഇംപ്രസ്ഡ് സിസ്റ്റം എന്നുള്ളത് പറയുന്നത്. The next method is selective inventory control method. Selective inventory control method എന്ന് പറയുന്നത് it is based on a famous law, Pareto's law. Pareto's law എന്ന് പറയുന്നത് എക്കണോമിക്സിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ലോ ആണ്. ആ ലോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. പാരറ്റോ ലോ പറയുന്നത് ഇങ്ങനെയാണ്: 20% ഓഫ് ദ പീപ്പിൾ ഗോട്ട് 80% ഓഫ് ദ മണി. നമ്മുടെ എക്കണോമിയിൽ നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ അറിയാം, എക്കണോമിയിൽ 80% ഓഫ് ദി മണിയും ആരുടെ കയ്യിലാണുള്ളത്? 20% ഓഫ് ദ പീപ്പിളിൻ്റെ കയ്യിലാണുള്ളത്. ആ ഒരു ലോ ബേസ് ചെയ്തുകൊണ്ടാണ് സെലക്റ്റീവ് ഇൻവെൻറ്ററി കൺട്രോൾ മെത്തേഡ് പറയുന്നത്. അതായത് പ്രോപ്പർ സ്റ്റോഴ്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് അപ്പോൾ 20% ഓഫ് ദ ഇത്, അതായത് എങ്ങനെയാണ് ഈ ലോ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന് നോക്കാം. സെലക്റ്റീവ് ഇൻവെൻറ്ററി കൺട്രോൾ ടെക്നിക്കിൽ കുറേ ടെക്നിക്സുകളുണ്ട്. അതിൽ ABC അനാലിസിസ്, VD അനാലിസിസ്, SAP, FSN, HML, SDE, SOS, GOLF, XYZ ഇതെല്ലാം ഇതിൽ വരുന്ന മെത്തേഡ്സുകളാണ്. പക്ഷേ ഇതിൽ ABCയും VDയും മാത്രമേ നമുക്ക് സിലബസിൽ പഠിക്കാനുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ഇനി ഭാവിയിൽ MCOM-നും MBAയ്ക്ക് പഠിക്കും. അപ്പോൾ ഈ ഓരോ മെത്തേഡിൽ എന്താണ് പറയുന്നത്? അപ്പോൾ ബേസിക്കലി ഈ സെലക്റ്റീവ് ഇൻവെൻറ്ററി കൺട്രോൾ മെത്തേഡ് പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ കൂടുതൽ 20% ഓഫ് ദി ഐറ്റംസിനും മെറ്റീരിയൽസിനും 80% ഓഫ് ദി വാല്യൂ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം ഓരോ മെത്തേഡ് എന്താണെന്നുള്ളത്. ABC അനാലിസിസ്. ABC അനാലിസിസിൽ പറയുന്നത് നമ്മൾ ബേസിക്കലി സ്റ്റോക്കിനെ 3 ഡിവൈഡ് ചെയ്തിരിക്കുന്നു: A, B ആൻഡ് C. ഇനി എന്താണ് ഈ 3 കാറ്റഗറി ഉദ്ദേശിക്കുന്നത്? A കാറ്റഗറി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും കൂടുതൽ വാല്യൂ വരുന്ന മെറ്റീരിയൽസ് A എന്ന കാറ്റഗറിയിലാണ് പെടുന്നത്. പക്ഷെ ആ വാല്യൂ വരുന്ന മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതായത് ഇപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ആ പ്രോഡക്റ്റിൻ്റെ വാല്യൂനെ ബേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വാല്യൂ വരുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ചിലപ്പോൾ വളരെ കുറച്ചേ ഉണ്ടായിരിക്കുള്ളൂ. ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും, പക്ഷേ മെറ്റീരിയൽസിൻ്റെ വില എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ആ കാറ്റഗറിയെ A കാറ്റഗറി എന്ന് പെടുത്തുന്നു. ഇനി B കാറ്റഗറി എന്ന് പറയുന്നത് C കാറ്റഗറി നെക്സ്റ്റ് പറയാം. C കാറ്റഗറി എന്ന് പറയുന്നത് ഏറ്റവും കുറവ് വാല്യൂ വരുന്നു, പക്ഷേ ഏറ്റവും കൂടുതലായിരിക്കും ആ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. കൂടുതൽ മെറ്റീരിയൽസിൻ്റെ മേജർ പോർഷനും ആ മെറ്റീരിയൽസ് ആയിരിക്കും, പക്ഷേ അതിൻ്റെ വാല്യൂ വളരെ കുറവാണ്. അപ്പോൾ വാല്യൂവിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ മെറ്റീരിയൽസിനെ A, B, C എന്നുള്ള കാറ്റഗറി തിരിക്കുന്നു. ഇനി B എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ, അതായത് വാല്യൂ ഓഫ് ദ മെറ്റീരിയൽസും ക്വാണ്ടിറ്റി ഓഫ് ദ മെറ്റീരിയൽസും ഏകദേശം സെയിം ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ട് അതിൽ ഏറ്റവും കൂടുതൽ വാല്യൂ വരുന്ന മെറ്റീരിയൽസിനെ ഏതാണ്? A കാറ്റഗറിയാണ്. ആ കാറ്റഗറി വളരെ കുറച്ചായിട്ടേ ഉണ്ടാവുള്ളൂ, പക്ഷെ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതലായിട്ട് കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം. ആ മെത്തേഡിനെയാണ് ABC അനാലിസിസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതിന് നമ്മൾ പറയുന്ന വേറെ പേരാണ് സ്റ്റോക്ക് കൺട്രോൾ അക്കോർഡിംഗ് ടു വാല്യൂ മെത്തേഡ്. കാരണം വാല്യൂവിൻ്റെ ബേസിലാണ് നമ്മൾ സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുന്നത്. ഓൾവേസ് ബെറ്റർ കൺട്രോൾ മെത്തേഡ് ഓർ പ്രൊപ്പോർഷണൽ പാർട്സ് വാല്യൂ അനാലിസിസ് മെത്തേഡ്, ഇതൊക്കെ അതിനെ പറയുന്ന വേറെ പേരുകളാണ്. ദസ് അണ്ടർ ദിസ് ടെക്നിക് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ, മെറ്റീരിയൽസ് ആർ ലിസ്റ്റഡ് ഇൻ A, B ആൻഡ് C കാറ്റഗറീസ് ഇൻ ഡിസെൻഡിങ് ഓർഡർ ബേസ്ഡ് ഓൺ മണി വാല്യൂ ഓഫ് കൺസംഷൻ. മണി വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ ഡിസെൻഡിങ് ഓർഡറിൽ, അതായത് ഏറ്റവും കൂടുതൽ മണി വാല്യൂ ഉള്ളത് Aക്കാണ്, അതിലും കുറവ് Bക്ക്, അതിലും കുറവ് CK. പക്ഷേ ഏറ്റവും കുറവ് ക്വാണ്ടിറ്റി വരുന്നത് A കാറ്റഗറിയാണ്, അതിലും കൂടുതൽ B കാറ്റഗറി, ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി വരുന്നത് C കാറ്റഗറിയാണ്.
സോ ABC അനാലിസിസ് മെഷേഴ്സ് ദ കോസ്റ്റ് സിഗ്നിഫിക്കൻസ് ഓഫ് ഈച്ച് ഐറ്റം ഓഫ് ദ മെറ്റീരിയൽസ്. ഓരോ മെറ്റീരിയൽസിൻ്റെയും കോസ്റ്റിനാണ് നമ്മൾ അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇറ്റ് കോൺസെൻട്രേറ്റ്സ് ഓൺ ഇമ്പോർട്ടൻറ്റ് ഐറ്റംസ്, സോ ഇറ്റ് ഈസ് നോൺ ആസ് കൺട്രോൾ ബൈ ഇമ്പോർട്ടൻസ് ആൻഡ് എക്സെപ്ഷൻ. അതിന് പറയുന്ന വേറെ പേരാണ് കൺട്രോൾ ബൈ ഇമ്പോർട്ടൻസ് ആൻഡ് എക്സെപ്ഷൻ. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മെറ്റീരിയൽസിനെ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചു എന്ന് വിചാരിക്കുക, A, B ആൻഡ് C. അതിൽ A എന്ന് പറയുന്ന കാറ്റഗറി 8% ഓഫ് ദ ഐറ്റംസും A കാറ്റഗറിയിലാണ് പെടുന്നത്. പക്ഷേ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 75% ആണ്. നമ്മളുടെ മെറ്റീരിയൽ ടോട്ടൽ കോസ്റ്റിൻ്റെ 3/4 ഭാഗവും ഈ ഒരു മെറ്റീരിയൽ കാരണമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് ആകെ 8% വരുന്നുള്ളൂ, പക്ഷേ അതിൻ്റെ വാല്യൂ 75% ഉണ്ട്. ഇനി നെക്സ്റ്റ് B കാറ്റഗറി എന്ന് പറയുന്നത് 25% ഐറ്റംസും അതിൻ്റെ വാല്യൂ 20%. അപ്പോൾ ഓൾമോസ്റ്റ് സെയിം ആണ് രണ്ടും. ഇനി C കാറ്റഗറി എന്ന് പറയുന്നത് 67% ഓഫ് ഐറ്റംസിൻ്റെയും വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? ഓൺലി 5%. സോ ഇവിടെ നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് കൊടുക്കേണ്ടത് ഏതിനാണ്? ക്ലോസ് കൺട്രോൾ ഈസ് എക്സസൈസ്ഡ് ഓവർ ദ ഐറ്റംസ് ഓഫ് A ഗ്രൂപ്പ് വിച്ച് അക്കൗണ്ട് ഫോർ എ ഹൈ പെർസെൻറ്റേജ് ഓഫ് കോസ്റ്റ്, വൈൽ ലെസ് കൺട്രോൾ ഈസ് ആഡ്വക്കേറ്റ് ഫോർ കാറ്റഗറി B. അതിലും കൺട്രോൾ കുറവ് മതി ഇതിന് C ഐറ്റംസിന്. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നതിനെയാണ് ABC അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് ABC അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇഫക്റ്റീവ് കൺട്രോൾ ഓവർ കോസ്റ്റ്ലിയർ ഐറ്റംസ്, ഹെൽപ്സ് ടു യൂസ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻ എ ബെറ്റർ വേ, ലീഡ്സ് ടു റിഡക്ഷൻ ഇൻ സ്റ്റോറേജ് കോസ്റ്റ്, reduces clerical cost, investment in materials can be regulated, helps to maintain high stock turnover ratio. Then next is VED analysis. VED analysis വന്നിട്ടുള്ളത് ABC അനാലിസിസിൻ്റെ ലിമിറ്റേഷനിൽ നിന്നാണ്. എന്താണ് ABC അനാലിസിസിൻ്റെ ലിമിറ്റേഷൻ? ഇറ്റ് ഗീവ് മോർ പ്രയോറിറ്റി ടു യൂസേജ് വാല്യൂ ദാൻ ക്രിട്ടിക്കാലിറ്റി ഓഫ് ഐറ്റംസ്. അതായത് ഐറ്റംസ് ഇമ്പോർട്ടൻ്റ് ആണോ ഇമ്പോർട്ടൻ്റ് അല്ലേ എന്നുള്ളത് നോക്കുന്നതിന് പകരം ഐറ്റത്തിൻ്റെ വാല്യൂ എന്താണെന്നുള്ളതാണ് നോക്കിയത്. ചിലപ്പോൾ ചില ഐറ്റത്തിന് വാല്യൂ വളരെ കൂടുതലായിരിക്കും, പക്ഷേ ആ ഐറ്റം നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും പ്രൊഡക്ഷൻ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ചില ഐറ്റത്തിന് വാല്യൂ വളരെ കുറവായിരിക്കും, പക്ഷേ ആ ഐറ്റം നമ്മൾ പ്രൊഡക്ഷന് സമയത്ത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രൊഡക്ഷൻ തന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ നമ്മളിവിടെ VED അനാലിസിസിൽ ചെയ്യുന്നത് ഐറ്റത്തിനെ 3 ക്ലാസിഫൈ ചെയ്യുന്നു. വൈറ്റൽ, എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ 3 കാറ്റഗറി ആയിട്ട് തിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റത്തിനെ വൈറ്റൽ കാറ്റഗറിയിൽ പെടുത്തുന്നു. അതായത് വെരി ക്രിട്ടിക്കൽ ഫോർ ദി പ്രൊഡക്ഷൻ. അതായത് നമുക്ക് സമയത്ത് ഐറ്റംസ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ തന്നെ സ്റ്റോപ്പ് ചെയ്യും. ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ നമ്മുടെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യും. ആ ഐറ്റത്തിനെയാണ് വൈറ്റൽ ഐറ്റംസ് എന്ന് പറയുന്നത്. ഇനി എസെൻഷ്യൽ ഐറ്റംസ് എന്ന് പറയുന്നത് എന്താണ്? ആ ഐറ്റംസ് എസെൻഷ്യൽ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ അത് നമുക്ക് കുറച്ച് കാലമൊക്കെ അത് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ കുറേ കാലം ലോങ്ങർ പീരീഡിലേക്ക് നമുക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. പക്ഷേ ഡിസൈറബിൾ ഐറ്റംസ് എന്ന് പറയുന്നത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. അതായത് ആ ഐറ്റംസ് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് മാനേജ് ചെയ്യാം, കാരണം അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ 3 ആയിട്ട് വൈറ്റൽ, എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ അങ്ങനെ 3 കാറ്റഗറി ആയിട്ട് ഐറ്റത്തിൻ്റെ ഇമ്പോർട്ടൻസിനനുസരിച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് VED അനാലിസിസ് എന്ന് പറയുന്നത്. The last technique is just-in-time inventory technique. Just-in-time inventory technique. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞ ABC, VED, സെലക്റ്റീവ് ഇൻവെന്ററി കൺട്രോൾ ടെക്നിക്സിൻ്റെ 2 മെത്തേഡ്സ് ആണ്. ദ ലാസ്റ്റ് സ്റ്റോഴ്സ് കൺട്രോൾ മെത്തേഡാണ് just-in-time എന്ന് പറയുന്നത്. just-in-time ഒരു മോഡേൺ ടെക്നിക്കാണ്. ഇത് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത് ടൊയോട്ടോ കമ്പനീൻ്റെ മാനേജറായിട്ടുള്ള ടയാച്ചി ഓഹ്നോ ആണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത്രയേ ഉള്ളൂ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആ സമയത്തേക്ക് നമുക്ക് മെറ്റീരിയൽസ് അവൈലബിൾ ആക്കാം. അതായത് ജസ്റ്റ് ഇൻ ടൈം നമ്മൾ മെറ്റീരിയൽസ് കൂടുതലായിട്ട് സ്റ്റോക്ക് ചെയ്യാതെ, മെറ്റീരിയൽസ് കൂടുതലായിട്ട് സ്റ്റോർ ചെയ്യാതെ എന്ത് ചെയ്യുക, ആവശ്യമുള്ള സമയത്ത് മാത്രം മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ട് അത് യൂസ് ചെയ്ത് അപ്പം തന്നെ നമ്മളത് എന്ത് ചെയ്യുക, ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആക്കിയിട്ട് മാർക്കറ്റ് ചെയ്യാം. ആ ഒരു ടെക്നിക്കിനെയാണ് ജസ്റ്റ് ഇൻ ടൈം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഹിയർ മിനിമൈസിങ് ദ ഇൻവെന്ററീസ് ഓഫ് റോ മെറ്റീരിയൽസ്. റോ മെറ്റീരിയൽസും വർക്ക് ഇൻ പ്രോഗ്രസും നമ്മൾ ഇൻവെന്ററി കീപ്പ് ചെയ്യാതിരിക്കുക, അതായത് സ്റ്റോക്ക് കീപ്പ് ചെയ്യാതിരിക്കുക. പർച്ചേസിങ് ഓർ പ്രൊഡ്യൂസിങ് ഓൺലി വാട്ട് ഈസ് നീഡഡ് വെൻ ഇറ്റ് ഈസ് നീഡഡ് ഇൻ ജസ്റ്റ് ദ ക്വാണ്ടിറ്റി നീഡഡ്. നമ്മൾ ആവശ്യമുള്ള സമയത്ത് എത്രയാണോ വേണ്ടത്, എന്താണോ വേണ്ടത് അത്ര മാത്രം വാങ്ങിച്ചു വയ്ക്കുക. അല്ലാതെ കൂടുതലായിട്ട് നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ട് മെറ്റീരിയൽസ് ഐഡിലായിട്ട് ഇങ്ങനെ കിടത്തണ്ട എന്നുള്ളതാണ് ജസ്റ്റ് ഇൻ ടൈം ടെക്നിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അണ്ടർ ദിസ് സിസ്റ്റം റോ മെറ്റീരിയൽസ് ആർ റിസീവ്ഡ്
just in time to go into production. Manufactured parts are completed just in time to be assembled into products. അതായത് പ്രൊഡക്ഷൻ്റെ തുടങ്ങുന്ന സമയത്ത് മാത്രം മെറ്റീരിയൽസ് അവൈലബിൾ ആക്കുക. പ്രൊഡക്ഷൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അസംബിൾ ചെയ്യാനുള്ള സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക. അസംബിൾ ചെയ്ത് കഴിഞ്ഞ് പ്രൊഡക്റ്റ് ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മളത് മാർക്കറ്റ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ അവിടെ നമുക്ക് തീരെ ടൈം ഗ്യാപ്പ് വേണ്ട. അപ്പോൾ കൂടുതൽ ടൈം നമ്മൾ ഐഡിലായിട്ട് അവിടെ ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്ന കോസ്റ്റ് നമുക്ക് വളരെയധികം കുറയ്ക്കാം. So here eliminating wastage by purchasing or manufacturing just enough of the right items just in time. നമ്മൾ കൂടുതൽ ഐറ്റംസ് കുറേ ടൈമിൽ നമ്മൾ വാങ്ങി വെച്ചിട്ട് കുറേ കാലം നമ്മൾ കീപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ ആവശ്യമുള്ള സമയത്ത് മാത്രം വാങ്ങിക്കുക. ആ ഒരു ടെക്നിക്കിനെയാണ് ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത്. ഒരു മോഡേൺ ടെക്നിക്കാണ്. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ജസ്റ്റ് ഇൻ ടൈം സാധാരണ 2 മാർക്കിന് ചോദിക്കും, ചിലപ്പോൾ 4 മാർക്കിന് ചോദിക്കും. 4 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സും അഡ്വാൻറ്റേജസും കൂടെ എഴുതാം. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഇറ്റ് റെഡ്യൂസ് സെറ്റപ്പ് ടൈം ആൻഡ് ലോഡ് ടൈം, it reduce the inventories, increase flexibility, shorten the reaction time to the customer, eliminate overproduction, improve space utilization, provide customer satisfaction. Self explanatory ആണ്, എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. Then next advantagesഉം ഇതുപോലെ തന്നെ reduce inventory levels and make larger savings, reduction in inventory and optimum utilization of working capital, quality improvement, elimination of wastage, reduction in storage cost, increased profit margin, greater customer satisfaction. എങ്ങനെയാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്നത്? ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി. ചിലപ്പോൾ നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന മെറ്റീരിയൽസിന് ചിലപ്പോൾ ക്വാളിറ്റി വളരെ കൂടുതലായിരിക്കും. കാരണം നമ്മൾ കുറേ ഐഡിലായിട്ട് കിടക്കുന്നില്ല, പെട്ടെന്ന് തന്നെ സഡൻ ആയിട്ട് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നു, അപ്പം തന്നെ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നു. ബെറ്റർ ഡെലിവറി കൊടുക്കുന്നു. അതായത് നമ്മൾ ഡെലിവറി അവർ വിചാരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. ഗ്രേറ്റർ പ്രൊഡക്റ്റ് വെറൈറ്റി, അതായത് നമ്മൾ കുറേ മെറ്റീരിയൽസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാതും ഒരേപോലെ ആയിരിക്കും, യുണീക്ക് ആയിരിക്കും. പക്ഷേ നമുക്ക് കുറച്ച് വെറൈറ്റിയിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻ ടൈം ടെക്നിക്ക് സ്യൂട്ടബിൾ ആണ്. സോ ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നിക്കാണ്, മോഡേൺ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ടെക്നിക്സ്, നമ്മൾ സ്റ്റോഴ്സ് കൺട്രോളിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അതിൽ 9 ടെക്നിക്കുകളും ഡിസ്കസ് ചെയ്തു. ക്ലാസിഫിക്കേഷൻ, കോഡിഫിക്കേഷൻ, ഡബിൾ ബിൻ സിസ്റ്റം, സ്റ്റോർ സ്റ്റോക്ക് ലെവൽ, അതിൽ 5 ലെവലുകളാണുള്ളത്. മിനിമം ലെവൽ, മാക്സിമം ലെവൽ, റീഓർഡർ ലെവൽ, ആവറേജ് ലെവൽ ആൻഡ് ഡേഞ്ചർ ലെവൽ. പിന്നെ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി പഠിച്ചു. സ്ക്വയർ റൂട്ട് ഓഫ് 2CO ഡിവൈഡഡ് ബൈ I ആണ് അതിൻ്റെ ഇക്വേഷൻ. മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ നമ്മൾ പഠിച്ചു, അതായത് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂമർ ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. ഇത് 3ആണ് നമുക്ക് പ്രോബ്ലം വരുന്ന ഏരിയ. ദെൻ സ്റ്റോക്ക് വെരിഫിക്കേഷൻ, ഇംപ്രസ്ഡ് സിസ്റ്റം, സെലക്റ്റീവ് ഇൻവെന്ററി കൺട്രോൾ മെത്തേഡിൽ 2 മെത്തേഡ്, ABC അനാലിസിസ്, VAD അനാലിസിസ്, ദെൻ JIT ഇൻവെന്ററി ടെക്നിക്. ഇത്രയും ടെക്നിക്സുകളാണ് നമ്മൾ സ്റ്റോഴ്സ് കൺട്രോളിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.